ഇതൊരു തെലുഗു സ്റ്റൈൽ ചിക്കൻ കറിയാണ്. എനിക്ക് തെലുഗൊന്നും അറിയില്ല. ഞാനൊരു പാട്ട് കേട്ടു. ഞാൻ ChatGPTയിൽ ഇട്ടങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തു. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഈ ഒരു പരുവത്തിലേക്ക് അരച്ചെടുത്തു. എന്നിട്ട് ഒരു പാനിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കറിവേപ്പിലയും നീളത്തിലരിഞ്ഞ സവാളയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിനകത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് വലിപ്പത്തിലരിഞ്ഞ് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പം ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ചേർക്കുക എന്നുള്ളതാണ്. ചിക്കൻ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞൾ പൊടി ചേർക്കണം, മുളക് പൊടി ചേർക്കണം, മല്ലിപ്പൊടി ചേർക്കണം, കുരുമുളക് പൊടി ചേർക്കണം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതൊന്ന് ഇളക്കി നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അന്നേരം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം കഴിയുമ്പം ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങും. അന്നേരം നമ്മൾ ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ചേർക്കണം. ഇതൊന്ന് ചേർത്ത് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് അത്രയും തന്നെ ധാരാളം. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വേവും. അന്നേരം നമ്മൾ അതിനകത്തേക്ക് ഗ്രാമ്പൂ പൊടിച്ചതും മല്ലിയില പൊടിച്ചതും കൂടി ചേർക്കണം. മല്ലിയില ഇങ്ങനെ ഇരിക്കുന്നത് മുമ്പ് വെച്ചിരുന്നതൊക്കെ കേടായി തുടങ്ങിയതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലേക്ക് ഉണക്കി എടുത്തതാണ്. പക്ഷെ കുഴപ്പമില്ല, കറിയിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് ട്രൈ നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ദെൻ.